ഗൈസ്, ഞാൻ എയർപോർട്ടിലെത്തി, നാട്ടിലെത്തി. പക്ഷേ എന്നെ വിളിക്കാൻ വരേണ്ട ആൾ ഇതുവരെ വന്നില്ല. അപ്പോൾ ഞാൻ പോസ്റ്റാണ്. അപ്പോൾ വെളിയിലോട്ട് പോകാം നമുക്ക്. എൻ്റെ ലഗേജ് മൊത്തം പൊടിയായിരുന്നു. എടുത്തപ്പോൾ ഫുള്ള് പാൻറ്റിലായി. എൻ്റെ വെള്ള പാൻറ്റ് ഇപ്പോൾ കറുത്ത വൈറ്റായി. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കും. കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ കാരണം കാണും ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിന് എന്ന് വിചാരിച്ച് നമുക്ക് ആശ്വസിക്കാം. നടുവായി കേട്ടോ, ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരും. പോസ്റ്റാക്കിയ ആൾ my 26th day of challenge. ഞാൻ നേരത്തെ എണീറ്റ് ഇവിടുന്ന് നേരം വെളുക്കാൻ വേണ്ടി കാത്തു നിന്ന് പുറത്ത് പോയി എക്സസൈസ് ചെയ്യാൻ. ഞാൻ എൻ്റെ വീട്ടിലല്ല, കൊല്ലത്താണ്, മൈ സെക്കൻഡ് ഹോം. ഇന്നലെ ലേറ്റായി വന്നപ്പോൾ 1 മണിയായി വന്നപ്പോൾ 1 മണി. ഇവിടെ എൻ്റെ ഹോം ടൗണിലാണ് കൊല്ലം. വീട്ടിലോട്ട് പോയിട്ടില്ല, ബിക്കോസ് ഇന്നലെ വന്നപ്പോൾ 1 മണിയായി. പിന്നെ ഇവിടെ ആയിരുന്നു ഞങ്ങൾ. രാവിലെ തന്നെ നേരം വെളുത്ത് ഞാൻ ദേവയും പൊക്കി നടക്കാൻ വന്നിട്ടുണ്ട്. ദിസ് ഇസ് അല്ല ആശ്രാമം ഗ്രൗണ്ട്. ഉദിച്ചു വരിക. ഞാനിവിടെ മെഡിറ്റേഷൻ ചെയ്യാനിരുന്ന ഗൈസ്, പക്ഷെ ശിവന്റെ പാട്ട് കേട്ട് ഞാൻ ഉണർന്നു. എനിക്കും കൂടെ വേണ്ടിയിട്ട് ദേവ എക്സസൈസ് ചെയ്യുന്നു. ലുക്ക് എവിടെ സൺകിസ്റ്റ് ജിം ഫ്രീക്ക് ഉൾക്കൊണ്ടുള്ള നല്ല വൃത്തിയായിട്ടിരിക്കും. നോക്കിയേ, മഴയത്ത് നനഞ്ഞ് കുളിച്ചു പേടിക്കണ്ട. ഒരാക്കിയുണ്ടോ? ഞാനും എൻ്റെ പട്ടയാളിയും മണപ്പിക്കാൻ വരും കേട്ടോ. എന്നെ മണപ്പിച്ചാൽ ഓടും. അപ്പോൾ ഗൈസ്, ഞാൻ ഫ്രഷായി ഇറങ്ങി. ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇപ്പം ഏകദേശം ദേവയും കാത്തിരുന്ന് 10 മണിയായി അമ്പലത്തിൽ പോകാൻ. ദേവയുടെ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള വിഭവസമൃദ്ധമായ സദ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയമായി. അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലോട്ട് പോകും. ഞങ്ങൾക്ക് പണിയുണ്ട്. ഞാൻ ഇവിടെ വന്ന വർക്കിംഗ് വുമണാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിനാണ് ചലഞ്ച് എടുത്തത് തന്നെ. സോ ഇന്ന് 26 ഡേ ആട്ടോ, 26. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് കാണാം. ഗൈസ്, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങി. കുറേ നാൾക്ക് ശേഷം ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഇറങ്ങുമ്പോൾ ചില സമയത്ത് ഭയങ്കര മൂടൊക്കെ പക്ഷെ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. എന്താ പറയുക, എടുത്താ അത് തൊരിട്ട് കൊലയാളി വാ, കൊലയാളി വാ, മർഡറർ ചക്കര പൊന്നി വാടിയള്ളി വാ വാ വാ. അക്ക മോക്ക് തരുന്നുണ്ട്, പേടിച്ചിരിക്കുക എന്നെ. വാ വാ, ഇറങ്ങി വാ. എൻ്റെ വീട്ടിൽ ഞാൻ എത്തി. ഞാൻ അകത്തേക്ക് കയറുകയാണ്. പക്ഷെ ഇവിടെ ആരുമില്ല. ഗർഭിണിയായ എൻ്റെ അനിയത്തി മാത്രമുണ്ട്. അവളെ ഞാൻ എടുക്കത്തില്ല. ഷീ ഈസ് നോട്ട് എ പബ്ലിക് തിങ്. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ വർക്കിനിറങ്ങി. വീട്ടിൽ വന്ന് ലഗേജ് വെച്ചിറങ്ങി. എൻ്റെ ആത്മാർത്ഥത കണ്ടോ നിങ്ങൾ?
ഐ എം എ വർക്കിംഗ് വുമൺ പ്ലസ് സ്റ്റഡിങ് സ്റ്റുഡൻറ്റ്. എൻ്റെ ഗാർഡിയൻ ഇരിക്കുന്നുണ്ടോ? എൻ്റെ കോളേജ് തൊട്ട് എൻ്റെ ഹോസ്റ്റൽ ഗാർഡിയൻ വരെ വേറെയാ. എനിക്ക് കുണ്ടിയും കൊണ്ടിരിക്കാനും വയ്യ, ചൂടുകൊണ്ട് ഒട്ടും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ ഇപ്പോൾ മാവേലിക്കരയിലാണ്. കുറച്ച് പരിപാടികളായിട്ടൊക്കെ വന്നതാണ്. ഇതുവരെ കഴിച്ചില്ല, വിശക്കുന്നുമില്ല. പക്ഷെ വിശക്കുന്നില്ലായിരുന്നു, പക്ഷെ വിശക്കുന്നുണ്ട്. കഴിക്കണം. ലാസ്റ്റ് നമ്മൾ കഴിക്കാൻ കള്ള് ഷാപ്പ് ഇവിടെ ഇല്ലത് ഇല്ലെന്നാണ് പറഞ്ഞിട്ടില്ല. ഇല്ല സങ്കടമായി. മൺകുടം ചേരല്ല. ഇത് ചേരല്ല കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഞാൻ ജോലിക്ക് അവിടെ ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് പോകുമ്പോൾ മാവേലിക്കരയിലൊക്കെ പോകാനുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് വന്ന് നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുളിച്ചു. അപ്പം മുടി ഏകദേശം ഉണങ്ങി. ഇനി ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി എടുക്കാൻ വിചാരിച്ചു. ഇന്നത്തെ ഒരു എൻഡിങ് ആയിട്ട്. ഇന്നലെ ഞാൻ എയർപോർട്ടിൽ വന്നിട്ട് ഫസ്റ്റായി ഞങ്ങൾ ലുലു മാളിക്കറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം 1 മണിയായി ഞങ്ങൾ കൊല്ലം വന്നപ്പോൾ തന്നെ. പിന്നെ അവിടെ ഞങ്ങൾ ഉറങ്ങി കിടന്ന്. എന്നിട്ട് ഇന്ന് രാവിലെയാണ് ഇപ്പോൾ വീട്ടിലോട്ട് വന്നത്. വന്നു, ബാഗൊക്കെ വെച്ചു, അടുത്ത കാര്യത്തിനായിട്ട് ഇറങ്ങി. ഞാൻ കൂടുതലായിട്ട് റെസ്റ്റ് ചെയ്യാൻ നിന്നില്ല. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടിയായിരിക്കും എനിക്ക്. അതുകൊണ്ട് ഒന്നും ഞാൻ ചെയ്തില്ല. ഇങ്ങനെ മടി പിടിച്ച് എൻ്റെ കട്ടിൽ ഇങ്ങനെ മലന്ന് കിടക്കും ഞാൻ. അതുകൊണ്ട് ഞാൻ പോയതാണ്. നല്ല അടിപൊളി ദിവസം. എനിക്ക് തോന്നി ഈ ചലഞ്ച് തുടങ്ങിയിട്ട് ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഡേ ഇതായിരിക്കും. ബാക്കി എല്ലാ ദിവസം സെയിം സിറ്റുവേഷൻസ് ആണല്ലോ. ഇന്നലെ രാത്രി വന്നിട്ട് ഒരു മണിയൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം പക്ഷേ രാത്രി മഴ പെയ്തു വരുന്ന സമയത്ത്. പക്ഷേ കാര്യമൊന്നും ഉണ്ടല്ല, ചൂടായിരുന്നു. ഞാൻ വീണ്ടും കുളിച്ച് കിടന്നപ്പം 1:30-1:45. പക്ഷേ ഞാൻ 5:30 അലാറം വെച്ചിരുന്നു. 5:30ക്ക് അലാറം അടിച്ചു. ഞാനൊരു 5:45 കഴിഞ്ഞപ്പോൾ എണീറ്റ്. പിന്നെ വെട്ടം വരാൻ വേണ്ടി നിന്നു. എന്ന് വെച്ചാൽ വെളിയിൽ പോയി എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെട്ടം വരാൻ വേണ്ടി നിന്ന് കുറേ അവിടെ എല്ലാം കറങ്ങി അടിച്ച് നിന്നു. എന്നിട്ടാണ് ഞാൻ ദേവയും കുത്തിപ്പൊക്കി എക്സസൈസ് ചെയ്യാൻ പോയത്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഇത്രയും ദിവസത്തെ ചലഞ്ചിൽ ഈ ഒരു ചലഞ്ച് ഡേ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തു. നാട്ടിൽ വന്നതിൻ്റെ സന്തോഷമുണ്ട്. കുറച്ച് ഇന്നിപ്പോൾ ടയർഡാണ്. ഇനി എനിക്ക് നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഇന്ന് രാത്രി വീണ്ടും കൊല്ലത്ത് പോകും. രാവിലെയാണ് അപ്പോയിൻമെൻറ്റ്. അപ്പം രാവിലെ എണീറ്റ് ഇവിടുന്ന് വണ്ടി പിടിച്ച് പോകുന്നതൊക്കെ പാടാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി പോയിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരാം. സോ നാളെയും എനിക്കിങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമല്ല. ഞങ്ങൾ ജോലിക്ക് പണ്ട് പോയതുപോലൊക്കെ ഞാൻ ദേവരോടൊക്കെ പോവും മിക്കപ്പോഴും. സോ അപ്പം ഞാൻ കുറച്ച് ടയർഡാണെന്ന്. അപ്പം നമുക്ക് നാളെ എൻ്റെ 27th ഡേ ഓഫ് ചലഞ്ചാണ്. ഇന്ന് 26th ഡേയ്സ് ആക്ച്വലി ഗ്രേറ്റ്. ആൻഡ് എൻ്റെ ചലഞ്ച് തുടങ്ങിയിട്ട് ഇത് 4ാമത്തെ ഞായറാഴ്ചയാണ്. ഇറ്റ് വാസ് ഓസം എന്നാണെങ്കിൽ പറയാം. സോ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ എൻ്റെ മുറിയിലാണ്. എൻ്റെ മുറിയിൽ അമ്മമ്മ അടക്കാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ അങ്ങോട്ട് മാറ്റണം അപ്പുറത്തോട്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണം, അത്രയൊക്കെ ഉള്ളൂ. ഫുഡ് കഴിക്കണം, കുറച്ച് റെസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ കൊല്ലത്തോട്ട് പോകും, ചിലപ്പോൾ പോകില്ല. അപ്പോൾ എന്താണെങ്കിലും നാളെ നമ്മൾ 27th ഡേ ചലഞ്ചുമായിട്ട് കാണാം. അപ്പം ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ